Hallo, guten Tag. Willkommen auf meinem Kanal. Welcome to my channel, Easy German in Malayalam. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ടോപ്പിക്കാണ് റിഫ്ലെക്സീവ് പ്രൊണോമൻ. അപ്പോൾ അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ടു അല്ലെങ്കിൽ ഫോർ അതിൻ്റെ ട്രാൻസ്ലേഷനെ കുറിച്ചിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീട് റിഫ്ലെക്സീവ് പ്രൊണോമനെ കുറിച്ചിട്ട് മൈ സെൽഫ്, യുവർ സെൽഫ് എന്ന മീനിങ് വരുന്ന പ്രൊണോമൻ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് പഠിച്ച സമയത്ത് തന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഗ്രാമർ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ഇതേപോലെ mich, mir, dich, dir എന്നും പറഞ്ഞിട്ട് അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പേഴ്സണൽ പ്രൊണോമൻ്റെ കേസിലാണ് അവിടെ പഠിച്ചത്. ഇത് റിഫ്ലെക്സീവ് പ്രൊണോമനാണ്. സോ രണ്ടിനും വ്യത്യാസമുണ്ട്. ഇപ്പം ഈ റിഫ്ലെക്സീവ് പ്രൊണോമൻ ഇവിടെ ഞാൻ ബൈഷ്പിയിൽ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. വി ഹാവ് ടു ഹെൽപ്പ് അവർ സെൽവ്സ്. അപ്പോൾ ഇങ്ങനെ ഉള്ള സെൻറ്റൻസിൽ ഈ റിഫ്ലെക്സീവ് പ്രൊണോമന് ഒരു തനിച്ച ഒരു മീനിങ് ഉണ്ടായിരിക്കും. മൈ സെൽഫ്, യുവർ സെൽഫ് എന്നൊരു മീനിങ് ഉണ്ടായിരിക്കും. ഇനി ഇത് റിഫ്ലെക്സീവ് വെർബിൻ്റെ കൂട്ടത്തിൽ വരുമ്പോഴത്തേക്ക് മോസ്റ്റ് ഓഫ് ദി കേസുകളിലും അങ്ങനെ ഒരു തനിച്ചൊരു മീനിങ് ഉണ്ടാവുകയില്ല. ഓക്കെ, ചില കേസുകളിൽ ഉണ്ടാവും. അത് നമുക്ക് എക്സാമ്പിൾ പറയുമ്പോഴത്തേക്ക് മനസ്സിലാവും. പക്ഷെ കൂടുതലും അങ്ങനെ ഒരു മീനിങ് ഉണ്ടാകത്തില്ല. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ റിഫ്ലെക്സീവ് വെർബിൻ്റെ കൂട്ടത്തിൽ, അതായത് റിഫ്ലെക്സീവ് പ്രൊണോമനും വെർബും ഒക്കെ വരുന്ന കേസാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് ഈ ടേബിൾ നമ്മൾ നേരത്തെ തന്നെ നോക്കിയതാണ്. അക്യൂസാറ്റീവ് ഡാറ്റീവ് കേസിൽ ich, mich, mir, du, dich, dir, ബാക്കിയുള്ളതെല്ലാം സെയിം ആയിട്ടാണ് വരുന്നത് പ്രൊണോമൻ. ഓക്കെ, ഇതിൽ റിഫ്ലെക്സീവ് വെർബ്സ് ഓൾവേസ് യൂസ് റിഫ്ലെക്സീവ് പ്രൊണൗൺസ്. നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ റിഫ്ലെക്സീവ് വെർബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ എപ്പോഴും ഒരു പ്രൊണൗൺ ഉണ്ടായിരിക്കും, പ്രൊണോമൻ. അതായത് ഈ പറഞ്ഞ പോലെ എന്താണ്, mich, dich, sich, uns, euch, ഇത് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. പിന്നെ രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞേക്കുന്നത് എന്താ, റിഫ്ലെക്സീവ് പ്രൊണൗൺസ് ആർ ജനറലി sich but change according to subject and case in a sentence. അതായത് ഇപ്പം ഈ റിഫ്ലെക്സീവ് വെർബ് നമ്മൾ കൂടുതലും പറയുന്നത് sich, കുറച്ച് വെർബ് ഞാൻ പറയാം. sich interessieren für, sich putzen, sich waschen, sich fühlen. അപ്പോൾ അതിൻ്റെ ജനറൽ ടേം എന്ന് പറയുന്നത് സിഷിലാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പം ഈ സിഷ് എന്ന് പറയുന്നത് എന്തിനനുസരിച്ച് ചേഞ്ച് ആവും, സബ്ജക്റ്റിനും കേസിനും അനുസരിച്ച്. ഇപ്പം ഈ ടേബിൾ നോക്കി, ഇഷ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ്, അതിപ്പം ഈ അക്യൂസാറ്റീവ് ആണെങ്കിൽ മിഷ്, ഡാറ്റീവ് ആണെങ്കിൽ മിയർ. സോ അതിനനുസരിച്ച് ചേഞ്ച് ആവുന്നതാണ് ഈ രണ്ടാമത്തെ പോയിന്റിൽ കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ പോയിന്റിൽ ഇഫ് നോ ഡിറക്റ്റ് ഒബ്ജക്റ്റ്, റിഫ്ലെക്സീവ് പ്രൊണൗൺ എന്ന് പറയുന്നത് അക്യൂസാറ്റീവ് ആയിരിക്കും. പിന്നെ നാലാമത്തെ പോയിന്റിൽ ഇഫ് ഡയറക്റ്റ് ഒബ്ജക്റ്റ്, അതായത് ഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന അക്യൂസാറ്റീവ്, അത് പ്രസൻറ്റ് ആണെങ്കിൽ റിഫ്ലെക്സീവ് പ്രൊണൗൺ എന്ന് പറയുന്നത് ഡാറ്റീവ് ആയിരിക്കും. ഇപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, എനിക്ക് അറിയാം. കാര്യം നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നത് എന്താ, ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണെങ്കിൽ അത് അക്യൂസാറ്റീവ്, ഇൻഡയറക്റ്റ് ആണെങ്കിൽ അത് ഡാറ്റീവ്. ഇവിടെ കുറച്ചൊന്ന് നമ്മുടെ തല പോയക്കണം ഇതൊന്ന് മനസ്സിലാവണമെങ്കിൽ. സോ ഇതും വഴിയേ നമുക്ക് നോക്കാം. അഞ്ചാമത്തെ പോയിന്റ്, ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആൻസേഴ്സ് വാട്ട് ഓർ ഹൂം. സോ ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുന്ന എന്താണ്, ഒബ്ജക്റ്റുകളായിരിക്കും നമുക്ക് ഡാറ്റീവ് പ്രൊണൗൺ തരുന്നത്. ഓക്കെ, സോ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആൻസേഴ്സ് വാട്ട് ഓർ ഹൂം, ആ ക്വസ്റ്റ്യന് ഉത്തരം നൽകുന്നു. സോ നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. റിഫ്ലെക്സീവ് പ്രൊണൗൺ ഇൻ അക്യൂസാറ്റീവ്. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു 3 വെർബ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് അക്യൂസാറ്റീവ് കേസിലുള്ളതാണ്. നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റത്തേത് sich interessieren für. സോ ടു ബി ഇൻട്രസ്റ്റഡ് ഇൻ ഓർ ഫോർ, അതാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ആദ്യത്തെ തന്നെ ഞാൻ പറയാം. ഇതിൽ ഫസ്റ്റ് ഇതെന്ന് പറയുന്നത് റിഫ്ലെക്സീവ് പ്രൊണൗൺ. ഇൻറ്ററസിയറൻ എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് വെർബ്. ഫ്യൂർ എന്ന് പറയുന്നത് പ്രിപ്പോസിഷൻ.
സോ ഇതെന്ന് പറഞ്ഞൊരു ഫിക്സഡ് പ്രിപ്പോസിഷണൽ വെർബാണ്. സോ അങ്ങനെയുള്ള കേസിൽ ഇങ്ങനെ കുറേ ടൈപ്പ് വെർബുണ്ട്. അതിൻ്റെ ഒരു ലിസ്റ്റ് ഞാൻ പിന്നീട് തരാം. സോ ഇങ്ങനെയുള്ള കേസുകളിൽ 90% അക്യൂസാറ്റീവ് കേസായിരിക്കും നമ്മൾ ഉപയോഗിക്കുക. സോ ഇത് കാണുമ്പോൾ സിംപ്ലി നമുക്ക് ആ ഒരു കേസ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. സോ ഇതിൻ്റെ ആൻസർ നമുക്കൊരു സെൻറ്റൻസ് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ഫുട്ബോൾ. ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ഫുട്ബോൾ. എനിക്ക് ഫുട്ബോളിൽ താല്പര്യമുണ്ട് എന്നുള്ളൊരു സെൻറ്റൻസ് നമുക്ക് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ നേരത്തെ പറഞ്ഞല്ലോ, ഇതിൽ ഈ സെക്കൻഡ് പോയിന്റിൽ പറഞ്ഞു റിഫ്ലെക്സീവ് പ്രോനൗൺസ് ആർ ജനറലി സിഷ്. അപ്പോൾ ഇതിൻ്റെ ഒരു ജനറൽ ടൈം നമ്മൾ ഇങ്ങനെ ആയിരിക്കും കാണുന്നത്. അത് എന്താണ്, സബ്ജക്റ്റിനനുസരിച്ചും അതുപോലെ തന്നെ അതിൻ്റെ കേസിനനുസരിച്ചും അത് ചേഞ്ച് ആവും. അപ്പം ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ ഐ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ ഈഷ്. സെക്കൻഡ് പൊസിഷനിൽ വെർബ് കോൺജുഗേറ്റ് ചെയ്ത് എഴുതണം. ഇവിടുത്തെ വെർബ് എന്താണ്, ഇൻറ്ററസിയറൻ. സോ ഈഷ് ഇൻറ്ററസിയർ, ഇഷ് ഇൻറ്ററസിയർ. സോ റിഫ്ലെക്സീവ് വെർബ് ഉപയോഗിക്കുമ്പോൾ മസ്റ്റായിട്ട് റിഫ്ലെക്സീവ് പ്രോണൗൺ ഉപയോഗിക്കണം. അപ്പം നെക്സ്റ്റ് ആയിട്ട് നമ്മൾ എഴുതേണ്ടത് ഇവിടുത്തെ കേസ് ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു, അക്യൂസേറ്റീവാണ്. ഇങ്ങനെയുള്ള കേസുകൾ, അതായത് ഫിക്സഡ് പ്രിപ്പോസിഷൻ വരുന്ന ഈ ഒരു ടൈപ്പ് വെർബിൽ 90% അത് അക്യൂസാറ്റീവ് കേസ് തന്നെയായിരിക്കും. ഓക്കെ. സോ ഈഷ് ഇൻറ്ററസിയർ മിഷ് അല്ലേ, നമ്മൾ മുകളിൽ പഠിച്ചു. ഈഷ് അക്യൂസാറ്റീവ് ആണെങ്കിൽ മിഷ് ഡാറ്റീവ് ആണെങ്കിൽ മിയറാണ് നമ്മൾ പഠിച്ചു. സോ ഈഷ് ഇൻറ്ററസിയർ മിഷ് für Fußball. Ich interessiere mich für Fußball. Okay, so ഫസ്റ്റ് നമ്മൾ സബ്ജക്റ്റ് എഴുതി, റിഫ്ലെക്സീവ് വെർബ് കോൺജുഗേറ്റ് ചെയ്ത് എഴുതി, അതിനുശേഷം റിഫ്ലെക്സീവ് പ്രോണൗൺ അത് അക്യൂസാറ്റീവ് കേസിൽ എഴുതി, പിന്നീട് റിമൈനിങ്. ഇനി നമുക്ക് അടുത്തൊരു വെർബ് നോക്കാം, sich fühlen. sich fühlen മീൻസ് ടു ഫീൽ. ഇതിൽ ഒരു ഫിക്സഡ് പ്രിപ്പോസിഷനൊന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല, അല്ലാത്ത വെർബാണ്. sich fühlen റിഫ്ലെക്സീവ് വെർബ്. ഓക്കെ, നമുക്ക് ഇതിൽ ഒരു സെൻറ്റൻസ് നോക്കാം. ഐ ആം നോട്ട് ഫീലിംഗ് വെൽ. ഓക്കെ, ഐ ആം നോട്ട് ഫീലിംഗ് വെൽ, എനിക്ക് നല്ല സുഖമില്ല എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? ഐ സെയിം ഇഷ് കോൺജുഗേറ്റ് ചെയ്ത് എഴുതുമ്പോൾ ഇഷ് ഫ്യൂല്, അത് കഴിഞ്ഞിട്ട് റിഫ്ലെക്സീവ് പ്രോണൗണ് ഇഷ് ഫ്യൂല് മിഷ്, ഇഷ് ഫ്യൂല് മിഷ്, nicht gut. Ich fühle mich nicht gut. ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഞാനിവിടെ മൂന്നാമത്തെ പോയിന്റിൽ എഴുതിയിട്ടുണ്ട്, ഇഫ് നോ ഡിറക്റ്റ് ഒബ്ജക്റ്റ് റിഫ്ലെക്സീവ് പ്രോണൗൺ അക്യൂസാറ്റീവ്. ഓക്കെ, ഇവിടെ നമുക്കൊരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് വരുന്നില്ല. ഓക്കെ, ഐ ആം നോട്ട് ഫീലിംഗ് വെൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഐ ആം നോട്ട് ഫീലിംഗ് വെൽ. സോ ഇതിൽ ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല ഈ ഒരു കാര്യത്തിലേക്ക്. സോ അതുകൊണ്ട് ഇവിടെ അക്യൂസാറ്റീവ് ആയിരിക്കും റിഫ്ലെക്സീവ് പ്രോണൗൺ വരുന്നത്. ഇനി ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. sich ausruhen. sich ausruhen മീൻസ് ടു റിലാക്സ്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഐ റിലാക്സ് ഓൺ ദി വീക്കെൻഡ്. ഐ റിലാക്സ് ഓൺ ദി വീക്കെൻഡ്. ഇവിടെയും എന്താണ്, നമുക്കവിടെ ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഐ റിലാക്സ് ഓൺ ദി വീക്കെൻഡ്. ഇവിടെ ശരിക്കും കുറച്ച് ഡീപ്പായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഈ റിഫ്ലെക്സീവ് വെർബിൻ്റെ കൂട്ടത്തിൽ റിഫ്ലെക്സീവ് പ്രോണൗൺ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അതിനൊരു സെപ്പറേറ്റ് മീനിങ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഇപ്പം ഐ റിലാക്സ് ഓൺ ദി വീക്കെൻഡ് എന്ന് വെച്ചാലും അതിൻ്റെ മീനിങ് ഐ റിലാക്സ് ഓൺ ദി വീക്കെൻഡ് മൈസെൽഫ്, അതായത് അതിൻ്റെ ഒരു അർത്ഥം അത് ലിറ്ററലി പറഞ്ഞു വെക്കുന്നത് ഞാൻ സ്വയം അവിടെ
എന്താണ് റിലാക്സ് ചെയ്യുന്നു എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മീൻസ് അവിടെ ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇത് കുറച്ചും കൂടി ഡാറ്റീവ്, അതായത് ഡാറ്റീവ് പ്രോണൗൺ കേസ് നമ്മൾ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യത്യാസം കുറച്ചും കൂടി മനസ്സിലാവും. ഇപ്പം നമ്മൾ അക്യൂസാറ്റീവ് മാത്രമല്ലേ നോക്കുന്നത്. സോ ഐ റിലാക്സ് ഓൺ ദി വീക്കെൻഡ്, ഇഷ് റൂഹ്. പിന്നീട് എന്താ വരിക? ഇത് സെപ്പറബിൾ വെർബാണ്, ട്രെൻബാറ് വെർബ്. സോ ഇഷ് റൂഹ്. അക്യൂസാറ്റീവ് കേസ് ആകുമ്പം മിഷ് വൊഹനൻറ്റ് ഔസ്. ഓക്കെ, അതായത് ഇത് പ്രീഫിക്സും സഫിക്സും. ഓക്കെ, ഇതിൻ്റെ പ്രീഫിക്സ് എന്ന് പറയുന്നത് എൻറ്റ് സെൻറ്റൻസിൻ്റെ ലാസ്റ്റ് പോവും. ഈ റൂഹ് എന്ന് കൊടുത്തിരിക്കുന്ന സഫിക്സ് സെക്കൻഡ് പൊസിഷനിൽ കോൺജുഗേറ്റ് ചെയ്താണല്ലോ നമ്മൾ എഴുതുന്നത്. ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ സെൻറ്റൻസ് നമുക്കിങ്ങനെ നോക്കാം. ഹീ റിലാക്സസ് ഓൺ ദി വീക്കെൻഡ്. ഇങ്ങനെ നമുക്ക് നോക്കാം ആ സെൻറ്റൻസ്. ഹീ റിലാക്സസ് ഓൺ ദി വീക്കെൻഡ്. അതായത് അവൻ വീക്കെൻഡിൽ, അവധി ദിവസങ്ങളിൽ അവൻ റിലാക്സ് ചെയ്യുന്നു എന്നതാണ് അതിൻ്റെ മീനിങ്. എയർ sich ausruhen. ഔസ്രൂഹൻ എന്ന് പറഞ്ഞ വെർബ് ഞാൻ പറഞ്ഞു ട്രെൻബാറ് വെർബ്. സോ അത് കോൺജുഗേറ്റ് ചെയ്താണ് നമ്മൾ എഴുതേണ്ടത്. അപ്പം എയർ വരുമ്പോഴത്തേക്ക് എയർ റൂഹ്ഡ്, അതിനുശേഷം റിഫ്ലെക്സീവ് പ്രോണൗൺ എഴുതണം. സോ എയർ റൂഹ്ഡ് എന്തായിരിക്കും വരുന്നത്? sich. ഓക്കെ, സോ എയർ റൂഹ്ഡ് sich. പിന്നെ ruht sich am Wochenende aus. Okay, ruht sich am Wochenende aus. സോ sich എന്ന് പറയുന്നത് ഇവിടുത്തെ റിഫ്ലെക്സീവ് പ്രൊണോമൻ, അക്യൂസാറ്റീവ്. സോ ഇതും ഇവിടുത്തെ റിഫ്ലെക്സീവ് പ്രൊണോമൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൽ വരുന്നത്. ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് ഡാറ്റീവ് കേസിൽ, അതായത് റിഫ്ലെക്സീവ് പ്രൊണൗൺ ഇൻ ഡാറ്റീവ് കേസിൽ വരുന്നതാണ് നമുക്ക് ഈ നെക്സ്റ്റ് നോക്കാനുള്ളത്. എന്നിട്ട് നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ഒരു ചേഞ്ചസ് രണ്ടും കൂടി ഉൾപ്പെടുത്തി ഞാൻ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഇപ്പം നിങ്ങൾ തൽക്കാലം ഈ ഒരു ഓർഡറിന് ഇങ്ങനെ പഠിച്ചു വരിക. സോ അടുത്ത ക്ലാസ്സിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് റിമൈനിങ് വീഡിയോസ് ചെയ്യാം പാർട്ടായിട്ട്. സോ വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.